ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഈസി ലേസി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ? കമോൺ. ആദ്യമായിട്ട് ഞാൻ ചുവന്ന പരിപ്പ് കഴുകിയെടുത്തു. അതിനുശേഷം കുറച്ച് പച്ചക്കറികൾ എടുത്ത്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് തട്ടിക്കൂട്ടെന്ന് ഉദ്ദേശിച്ചത്. അത് ഞാൻ ഉപ്പിൻ്റെയും മഞ്ഞളും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പച്ചക്കറികളിലൊക്കെ ഇപ്പോൾ വിഷങ്ങളൊക്കെ അടിച്ചിട്ടല്ലേ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അത് ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് അതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്ത് കട്ട് ചെയ്യാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ സാമ്പാർ ഇങ്ങനെയൊന്നും അല്ല വെക്കേണ്ടത്. തൽക്കാലം ഞാനെൻ്റെ സമയപരിധിക്കനുസരിച്ച് ഞാനൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തു. വെള്ളരിക്ക, തക്കാളി, ക്യാരറ്റ്, മുരിങ്ങക്കായ്, ഉള്ളി, പച്ചമുളക് ഇതൊക്കെയാണ് കട്ട് ചെയ്ത്. എന്നിട്ട് പരിപ്പിട്ട് വെച്ചിരിക്കുന്ന കുക്കറിലോട്ടിട്ടു. അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ആവശ്യാനുസരണം മല്ലിപ്പൊടി ഇതൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. എന്നിട്ട് അടച്ചു വെച്ച് ഗ്യാസിലോട്ട് വെക്കുകയാണ്. ഒറ്റൊരു വിസിൽ മാത്രം മതി. അതിനുശേഷം ആവി പോയതിനു ശേഷം നമ്മളത് ഓപ്പൺ ചെയ്തു. അതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ്. കാരണം അതിൽ നിന്ന് ഇളക്കാനൊന്നും പറ്റില്ല, കുഞ്ഞു കുക്കറായതുകൊണ്ട്. പിന്നെ ഞാൻ അതിലോട്ട് പുളി ചേർത്ത് കൊടുക്കുകയാണ്. നാടൻ പുളിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല പുളിയുണ്ട്. പിന്നെന്താ, പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് ഞാൻ പുളി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് സാമ്പാർ മസാലപ്പൊടിയുടെയാണ്, ബ്രാഹ്മിൻസിൻ്റെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. അങ്ങനെ സാമ്പാർ തിളച്ചപ്പോൾ അതിലോട്ട് ഞാൻ കടുകും മുളകും വറുത്തെടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ തട്ടിക്കൂട്ട് സാമ്പാർ. താങ്ക് യു.